യെസ്, ഐ എം ബാക്ക് വിത്ത് അനദർ വീഡിയോ. സിനി പീഡികയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്തൊരു റിയാക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത്തവണ ട്രെയിലറോ ടീസറോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇന്ന് തുടരും സിനിമയുടെ ഒരു BTS ഇറങ്ങിയിട്ടുണ്ട്. ബെൻസ് ഫ്രണ്ട്സ് പവി സ്മോക്കിംഗ് എന്നൊക്കെയാണ് അതിൻ്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ സീൻ ഷൂട്ട് ചെയ്ത സമയത്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ പറയാൻ അവരുദ്ദേശിക്കുന്നത്. രജപുത്ര ഫിലിംസിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് പേജിലൂടെയാണ് അത് വന്നിരിക്കുന്നത്. സോ നമുക്ക് അതിനെ ഒന്ന് റിയാക്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുക. വെൽക്കം ടു സിനി പീഡിക. ഓക്കെ, നമുക്ക് റിയാക്ട് ചെയ്യാം. ലെറ്റ്സ് റിയാക്ട്. ഓക്കെ, പെൻഷനെ കാണാൻ ചെക്കുന്നത് പപ്പണം പിന്നെ അവനെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ പിടിച്ച് വന്ന് രണ്ടുപേരും കൂടി ടൂഷോട്ടാകുന്നു. അവിടെ നിന്നിട്ടായിരിക്കും മേരിയായിട്ട് വിളിക്കുന്നത്. അവൻ അവിടെ നിന്ന് നടന്നു വരുന്നു. സാറ് ഡൗട്ട് തന്നെ നോക്കി നിൽക്കുന്ന ഒരു ടൂഷോട്ടായി മാറി. പോയി കഴിഞ്ഞാൽ സാറിന് ഡൗട്ട് കണ്ടു. സാർ പതിയെ നടന്നങ്ങോട്ട് പോയി. അത് കഞ്ചാവിരിക്കാം നമുക്ക് കഞ്ചാവിരിക്കാം. പിന്നെ പുഷ്പിക്ക് ആരാ ആരാ മണിക്കൂടിൽ ചുമരുകളിൽ നിറം പുടഞ്ഞെന്ന ചിരിക്കും. ഞങ്ങളുടെ ഫാമിലി ആരാ ആരാ തരുൺ മൂർത്തി മോനെ ജാതി ഒരു പാടം. ഹായ്, സൂപ്പർ. ഇങ്ങനെ BTS ഒക്കെ ഇറക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം സിനിമ പഠിക്കുന്നവർക്കും സിനിമയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നവർക്കുമൊക്കെ ബാക്ക്ഗ്രൗണ്ട് സൈഡിലൊക്കെ പുറകിൽ എന്തൊക്കെയാണ് സംഭവങ്ങൾ നടക്കുക, എങ്ങനെയാണ് ഒരു സീൻ അവർ ഷൂട്ട് ചെയ്യുക, എങ്ങനെയാണ് അതിനെ എക്സിക്യൂട്ട് ചെയ്യുക, എത്രത്തോളം ഫൺ അതിൻ്റെ അകത്തുണ്ട്, എത്രത്തോളം സ്ട്രഗിൾസ് ഉണ്ട് എന്നൊക്കെ അറിയാൻ BTS ഒരുപാട് സഹായിക്കും. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് കുറേ പേരൊക്കെ കാണുന്ന ഒരു കാര്യമായിരിക്കും. ഞാൻ പണ്ട് മുതലേ BTS തപ്പി കാണാറുള്ള ഒരാളാണ്. കാരണം ഇഷ്ടമാണ്. കാരണം ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കണ്ട് അത്ഭുതപ്പെട്ട കുറേ സീനുകൾ, ഈ സീനൊക്കെ തിയേറ്ററിൽ ഞാൻ ഒരുപാട് കൈയടിച്ച് ചിരിച്ചൊരു സീനാണ്. അപ്പോൾ ആ സീനൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത്രത്തോളം ഉള്ളൂ. പണ്ട് മുതലേ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. മോഹൻലാലും മമ്മൂക്കയൊക്കെ ഫീൽഡിൽ വരുന്ന ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവർ സൗണ്ട് യൂസ് ചെയ്യുന്നത് ഡയലോഗ് പറയുന്നതാട്ടെ വളരെ മൈന്യൂട്ടായിട്ടും, എന്നാൽ അത് ഡബ്ബിങ് സ്റ്റുഡിയോയിലേക്ക് ചെല്ലുന്ന സമയത്ത് അവരുടെ നെക്സ്റ്റ് ഒരു വെർഷൻ, ആക്ടിങ്ങിൻ്റെ ഒരു വെർഷൻ ആ സൗണ്ടിലൂടെ അവർ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോഴാണ് ആ ക്യാരക്ടറിൻ്റെ എലവേഷൻ നടക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലത്തെ ഒരു സംഭവം തന്നെ നമുക്ക് ഇവിടെയും കാണാൻ സാധിച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്തു. പക്ഷേ അതിൻ്റെ ഒരു ഒറിജിനൽ ഔട്ട് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ, ഔട്ട് വരുമ്പോഴേക്കും അതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. എന്തായാലും BTS കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള ഒരാൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.